സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. पवन स्तुति पात्र पावन चरित्र, पवन स्तुति पात्र पावन चरित्र, रवि सोमवर नेत्र, रवि सोमवर नेत्र, रमणीय गात्र. Good morning. How are you? Okay, sit down. എന്താണ് പ്രത്യേകത? ക്രിസ്മസ് സെലിബ്രേഷൻ. നമ്മൾ ആരുടെ ബർത്ത്ഡേ ആണ് ക്രിസ്മസിന്? ചൈൽഡ് ജീസസ്, ഉണ്ണീശോയുടെ ജന്മദിനമാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. നമ്മൾ അതിന് ഗിഫ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ എല്ലാ വർഷവും എങ്ങനെ ചെയ്യാറ്? ഫ്രണ്ട്സിന് നമ്മൾ ഗിഫ്റ്റ് ചേഞ്ച് ചെയ്യാറുണ്ട് അല്ലേ? ഈ പ്രാവശ്യം നമുക്കൊരു പുതിയ രീതിയാണ്. നമ്മുടെ ചേട്ടന്മാര് നമുക്ക് ഗിഫ്റ്റ് ചേഞ്ച് തരും. വേണോ? ഓക്കെ. പിന്നെ ഇന്ന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടല്ലോ. ആരുടെയാണ്? നമ്മളുടെ ആലീസ് കുഞ്ഞിന്റെ ബർത്ത്ഡേ. ആലീസ് മോളോട് വന്നേ. ഇന്ന് ആലീസിന്റെ എന്താണ്? ആലീസിന് നമുക്കൊരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് കൊടുക്കണ്ടേ? ഒരു ബർത്ത്ഡേ പാട്ട് പാടിയാലോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മേ ഗോഡ് ബ്ലെസ്സിംഗ്, മേ ഗോഡ് ബ്ലെസ്സിംഗ്, മേ ഗോഡ് happy birthday to you, happy birthday to you. നമുക്കിനി ഗിഫ്റ്റ് ചേഞ്ച് ചെയ്യും. ചേട്ടന്മാരും ചേച്ചിമാരെയൊക്കെ വിളിച്ചാലോ? ടീച്ചറെ, കുട്ടികളെ വിളിച്ചോളൂ കേട്ടോ. നമുക്കിനി ക്രിസ്മസ് ഗിഫ്റ്റ് ചേഞ്ച് ചെയ്താലോ? അതെ, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ചേഞ്ച് ചെയ്താലോ? ഓക്കെ. ഈ ആലീസിന്റെ പേര് ആർക്ക് കിട്ടിയേക്കണേ? വാവ്. മോന്റെ പേരെന്താ? ആന്റണി. വാവ്. ഹാപ്പി ക്രിസ്മസ് ആലീസ്. സനിയുടെ പേര് ആർക്ക് കിട്ടിയേക്കുന്നേ? ഓക്കെ, സനിക്ക് കൊടുത്തോ. കെൻട്രിയുടെ പേര് ആർക്ക് കിട്ടിയേക്കണേ? മേധയുടെ പേര്? മേധ. ജോയുടെ പേര്?
ആലീസേ, എന്റെ പേര് ആന്റണീന. ഞാൻ ആലീസിന് തരുന്ന ഈ സമ്മാനം എന്റെ ജീവനാണ്. ഇതെനിക്ക് എന്റെ അമ്മ സമ്മാനമായി തന്നതാ. ഈ കണ്ണാടി ഇത് വെറും ഒരു സാധാരണ കണ്ണാടി അല്ലാട്ടോ. ഇതൊരു മാന്ത്രിക ശക്തിയുള്ള മാന്ത്രിക കണ്ണാടിയാ. ഈ കണ്ണാടിക്കുള്ളിൽ ഒരു സൂത്രമുണ്ട്. ആരോടും പറയല്ലേ. ഈ മായ കണ്ണാടിയിലൂടെ ആലീസ് നോക്കിയാൽ ഈ ലോകത്ത് ആലീസിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുടെ മുഖം കാണാം. ഇത് കളഞ്ഞു പോകാതെ ആരും കാണാതെ സൂക്ഷിക്കണേ. ഹാപ്പി ക്രിസ്മസ് ആലീസ്. ജോർജ്, നമ്മളെ പീറ്ററിന്റെ മോളുടെ കല്യാണ കേസ് എന്താടാ? അത് നമ്മളല്ലേ കല്യാണം മുടക്കിയേ. ഇനി ഇവിടെ എങ്ങനെ കല്യാണം മുടക്കാനാടാ? ജോർജ്, നമ്മൾ ഈ കരയില് ജീവിക്കണോട്ടോളെ ഒരാളുടെ കല്യാണം നമ്മൾ നടത്തില്ലടാ. വെളിവേറിയിരിക്കണ്ട ജോർജ്, അത് നമ്മുടെ ആന്റപ്പിന്റെ ആശാന്റെ. രണ്ടും ചേരും ഈനാമ്പേച്ചി മരപ്പട്ടി. എടാ പൈലാശാല പറഞ്ഞത് വാഴകള്. എടാ ജോണിയുടെ പെണ്ണുമ്പള്ള ആള് ശരിയല്ലെന്ന് പറഞ്ഞു കേട്ടല്ലോ, ഉള്ളതാണോ? അങ്ങനെ പറയണ നമുക്കറിയില്ല. ഈ കുരിശു വീട്ടിലെ ആനിവേഴ്സിന്റെ വീട് ഏതാ? കുരിശു വീട്ടിലെ ആനിവേഴ്സിന്റെ വീട്. ആ, എന്താ കാര്യം? ചേട്ടാ ഒരു കല്യാണാലോചനയായിട്ട് ഇറങ്ങിയതാ. എന്റെ പെങ്ങൾക്കാണേ പയ്യനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിട്ടാ. കുരിശു വീട്ടിലെ ആന്റണീസ് അല്ലേ? ഈ ആന്റപ്പൻ ആന്റണി അല്ലേ? അതെ അതെ അതെ. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടനെ കണ്ടറിയാം ഒരു തറവാടിയാണെന്ന്. ഉള്ളത് പറയാലോ. ആ ചെറുക്കൻ ലോകം പെഴരുത്. എന്റെ പൊന്നു ചേട്ടാ, ഇവര് അപ്പനും മോനും കാത്ത് വാരി കഴിഞ്ഞ പാതിരാത്രി വരെ വെള്ളടിയാന്നേ. എന്റെ പൊന്നു ചേട്ടാ, ഈ ചെറുക്കനെ കുറിച്ച് നാട്ടിൽ വളരെ മോശം അഭിപ്രായമാണ്. ഈ കണ്ണി കണ്ട കോളനി കിടക്കുന്ന മാർഗവാസിനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയാൽ എന്റെ പെങ്ങളെ കെട്ടിക്കാൻ. എന്റെ പൊടിയേട്ടാ, ഈ ചെറുക്കനെ ഈ നാട്ടിലെ കുറച്ച് പെണ്ണുങ്ങളും ചേർത്തിട്ട് വളരെ മോശമായിട്ടുള്ള സംസാരം കേട്ടോ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ പെങ്ങളെ ഈ ചറക്കന് കെട്ടിച്ചു വെക്കുന്നതിന് ഭേദം കൈത്തൊരു കല്ലും കെട്ടി വല്ല കടലിലും താത്തു. എന്റെ ദൈവമേ, എന്റെ ചേട്ടന്മാരെ, ദൈവമായിട്ടാണ് നിങ്ങൾ എന്റെ മുമ്പിൽ എത്തിച്ചത്. ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഈ നാട്ടുകാർക്ക് എപ്പോഴും ഒരു സഹായമാണ്. എന്തായാലും ഞാനിനി വഴിക്കില്ല. എടി ആനി, എടി ആനെ, ഇത് കണ്ടോ പച്ച? എത്ര നേരം ഇത്തിരി ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കണു. എനിക്ക് പണിക്ക് പോണ്ടേ? ഇത് എന്തൊരു കഷ്ടാന്റെ ദൈവമേ. എടാ ആന്റണി, നീ സമാധാനപ്പെടുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവളൊരാളല്ലേ ഉള്ളൂ. ഇത് കണ്ടോ അപ്പച്ച, ഈ ചേട്ടൻ എന്നെ എപ്പോഴും ആന ആനയെന്ന് വിളിച്ച് കളിയാക്കുക. എടാ കുരുത്തം കെട്ടവനെ, എന്റെ കൊച്ചിനെ കളിയാക്കുന്നോടാ. പാകുള്ളൂ, നിനക്ക് അങ്ങനെ തന്നെ വേണം. അയ്യടാ, അച്ഛന്റെ ഒരു പുന്നാര മോള്. എന്റെ പൊന്നാനി ഒന്ന് കൊണ്ടുവരാമോ? എനിക്ക് പണിക്ക് പോണ്ടതാ. അതാ കൊണ്ടുവന്നു. എന്തൊരു കഷ്ടത്. അപ്പൊ ഞാൻ കഴിക്കാൻ പറ്റാ. ഇതെന്തുട്ടത്? ഗ്രീൻ പീസ് ആക്രമണോ? ഇടി ആനി, നിനക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൂടെ? വല്ല ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. എന്നും അതെ ഈ ഉണക്ക ദോശ, ഉണക്ക ചപ്പാത്തി. ഇത് കണ്ടോ അപ്പച്ച? എന്റെ കർത്താവേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നാലേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഗ്രീൻ പീസുകാരിൽ നിറച്ച് ഉപ്പാണോടി. ഉപ്പാണെങ്കിലേ സഹിച്ചോ. ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടുപോവാ. ഈ വയ്യ ഈ വീട്ടിലെ പണി മൊത്തം എടുക്കാൻ. മുറ്റടിക്കണം, തുണി കഴുകണം, അടുക്കളയിലെ പണി മൊത്തം എടുക്കണം. ഈ വീട്ടിലെ പണി എടുത്താൽ അത് ഒടിഞ്ഞു. എനിക്ക് അയർലൻഡിൽ പോകാനുള്ളതാ. അയ്യടാ, ഒരു അയർലൻഡുകാരി വന്നിരിക്കണു. പോയി കുറച്ച് വെള്ളത്തിനോടി. ആന്റപ്പാ, ആന്റപ്പാ, മോനെ ആന്റപ്പാ. ഇതാര്? റോസമ്മ ചേച്ചിയാ? മോനെ ആന്റപ്പ, പരിച്ചായും വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ.
ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. ഇപ്പോഴാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫും. എൻ്റെ മനസ്സിന് ഒരു സമാധാനം ഇല്ലടാ. ഒന്ന് പോയി നോക്കാമോ മോനെ? ചിലപ്പോഴേ ആശാന്റെ ഫോണിന്റെ ചാർജ് തീർന്നതായിരിക്കും. റോസമ്മ ചേച്ചി വിഷമിക്കണ്ട, ഞാൻ പോയി നോക്കാം. പ്രാഞ്ചി, ഈ പേങ്ങനെ കാണുമ്പോ ചിരി വരുന്നതാ. ഇത് വെറും മരപ്പാട്. ഇയാൾ ഇവിടെ വന്നിരിക്കണോ? എന്റെ ആശാനെ ഞാൻ എത്ര തവണ പറയണോ ഇങ്ങനെ വെള്ളം കുടിച്ച് വഴി കിടക്കലേന്ന്? ചേച്ചി വീട്ടിലൊന്ന് കരയാണ്. വണ്ടിയിലേക്ക് കയറി ആശാനെ. എന്റെ കർത്താവേ, വണ്ടിയിലേക്ക് കയറ്. മനുഷ്യനെ കൊണ്ട് പിടിച്ചിരിക്കാൻ പിടിച്ചിരിക്കാൻ. ആശാനെ പിടിച്ചിരിക്കട്ടോ. ഞാൻ പലതവണ പറഞ്ഞ് വെള്ളം അടിച്ചിങ്ങനെ ബോധമില്ലാതെ നടക്കലേന്ന്. സൂക്ഷിച്ച് പിടിച്ചിരിക്കാൻ. ആശാനെ ആശാനെ തമാശ കളിക്കലും വീഴൂന്ന്. ഈ കാലമാട് ഇന്നും കുടിച്ചോണ്ട് എന്റെ മോളുടെ തലയെ പിടിച്ച് സത്യം ചെയ്തതല്ലേ നിങ്ങള്? ഇനി കുടിക്കില്ലാന്ന്. ഇത് എന്തൊരു വിധി എന്റെ കർത്താവേ. കുടിക്കില്ല സത്യം ചെയ്തതല്ലേ, പിന്നെ എന്തിനാ അപ്പച്ചാ കുടിച്ചേ? ചേച്ചി പിടിച്ചോണ്ട് പോ. തലയിൽ കുറച്ച് വെള്ളം ഒഴുക്കി, കുറച്ച് മോര് കൊടുക്ക്. പറ്റങ്ങടെ ഇറങ്ങട്ടെ. എന്താ മോനെ പ്രശ്നം? ഒന്നും പറയണ്ട അപ്പച്ച. ഈ പൈലിയാശൻ വെള്ളം പിടിച്ച് ബോധമില്ലാതെ നമ്മുടെ കൈതമുക്ക് ബസ് സ്റ്റോപ്പിനോടെ കിടക്കായിരുന്നു. എത്രയാന്ന് വെച്ചാ പറയാ. അത് ശരി. വാ അപ്പച്ച. ഇതാ നമ്മുടെ ആൻറ്റപ്പന്റെ വീട്. ഇടവേലും എടുക്കാൻ പയ്യനാ. ആൻറ്റപ്പാ, ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പം ഞാനും സിസ്റ്ററും കൂടി ഇടവകയിലെ വീടുകളൊക്കെ സന്ദർശിക്കാൻ ഇറങ്ങിയതാണ്. പൊതുവെ ഇടവകയിലെ സംസാരമുണ്ടല്ലോ, അച്ഛന്മാരും കന്യാസ്ത്രീകളും കോളനി വീടുകൾ സന്ദർശിക്കുന്നില്ല എന്നുള്ളത്. ആ പരാതി എന്നങ്ങ് തീർത്തേക്കാന്ന് കരുതി. സത്യത്തിൽ പേടിച്ചിട്ടാണ് കേട്ടോ. കോളനി എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ മാത്രം താമസിക്കുന്ന ഇടമാണെന്നുള്ള പൊതുവെ സംസാരം. അവിടെയുള്ള ആളുകൾ നമ്മളോട് എങ്ങനെ പ്രതികരിക്കുമെന്നോ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് വരുമ്പോൾ എങ്ങനെ പെരുമാറും എന്നുള്ള ആശങ്ക കൊണ്ടാണ് കേട്ടോ. അത് നിങ്ങളോട് വിരോധമോ വിദ്വേഷമോ ഉള്ളതുകൊണ്ടല്ല കേട്ടോ. ഇവിടെ രത്നം പോലൊരു ആൻറ്റപ്പനും പവിഴം പോലൊരു ആനയും ഉള്ളപ്പോൾ ഇവിടം സ്വർഗമല്ലേ? അതെ അച്ചോ, ഒരു കുഞ്ഞു മുല്ലപ്പൂ മതിയല്ലോ ഒരു വലിയ പൂന്തോട്ടം സ്വന്തം പരത്താൻ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശരി അച്ചോ. അച്ചോ, എൻ്റെ മകൻ്റെയും മകളുടെയും കല്യാണം നടന്ന് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. റീസേട്ടാ, തമ്പുരാൻ എൻ്റെ തക്ക സമയത്ത് എല്ലാം നടത്തിത്തരും. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. 91 സങ്കീർത്തനം, കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്റെ വേടിൻ്റെ കടിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. നമ്മുടെ കർത്താവായ ഈ സകല സ്ഥലത്ത് നീ പണിയേറ്റെടുത്തത് എങ്ങനെ തീർക്കും? നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. എന്റെ ആശാനം, നിങ്ങൾ ആദ്യം നിങ്ങളെ മുടിഞ്ഞ കൂട്ടി അങ്ങോട്ട് നിർത്ത്. അത് നിർത്തിയാൽ തന്നെ പകുതി ആശ്വാസമായി. നമുക്ക് രണ്ടാക്കും തീർക്കാവുന്ന പണിയുള്ളൂ. ഇതെന്താ നിന്റെ കാലുമൊരു കെട്ട്? ഇതാ ഒന്നും പറയണ്ട ആശാന. വീട്ടിലൊരു നേഴ്സ് ഉണ്ടല്ലോ, ആ നേഴ്സ് ചെറുതായിട്ടൊന്ന് ശുശ്രൂഷിച്ചതാ. ഒന്നും പറയണ്ട ആശാന. 2 ദിവസമായിട്ട് ജലദോഷം പനിയൊക്കെ ആയിരുന്നു, പിന്നെ തുമ്മലും. ഒന്ന് ആവി പിടിക്കാന്ന് വിചാരിച്ച് അനിയത്തിയോട് കുറച്ച് വെള്ളം ചൂടാക്കി തരാൻ പറഞ്ഞു. അവള് ചൂടാക്കിയതോ ഓട്ടക്കലത്തില്. ആ ഓട്ടക്കലത്തിൽ നിന്ന് വെള്ളം ലീക്കായത് എൻ്റെ ഈ കാലുമേക്ക് വീണു. കാല് പൊള്ളിയുണ്ടല്ലോ, തവിട് പൊടിയായി. എന്ത് പറയാൻ ആശാന, എൻ്റെ ഒരു തലവിധി, അല്ലാണ്ട് എന്തുട്ടോ പറയണേ.
അപ്പച്ചൻ ഞാൻ ഇറങ്ങാണേ. സൂക്ഷിച്ചു പോണേ മോളെ. ചേട്ടന്റെ ബൈക്ക് എന്തി? ഇതാരുടെ സ്കൂട്ടർ? ബൈക്കിന് ചെറിയൊരു കംപ്ലൈന്റ്. ഞാൻ ആ ബാലൻ ചേട്ടന്റെ വർക്ക്ഷോപ്പിൽ കൊടുത്തു. ആളുടെ സ്കൂട്ടർ അത് 2 ദിവസം ഉപയോഗിക്കാൻ തന്നതാ. ഞാൻ പോവാട്ടോ. നീ പോവണോ? എന്റെ പോക്കറ്റിലെ കാശ് എന്ത്? അത് ഞാൻ എടുത്തു. ഇടി കള്ളി. അത് ശമ്പളം കിട്ടുമ്പോ തരും. ആർക്ക് ശമ്പളം കിട്ടുമ്പോ? നിനക്ക് ആരും ജോലി തന്നെ? അത് ഞാൻ അയർലൻഡിൽ പോയി ജോലി കിട്ടില്ല. ജോലി കിട്ടുമ്പോ ശമ്പളം കിട്ടും, അപ്പൊ തരും. നിന്റെ OIT ഫീസ്, നിനക്ക് ചുരിദാറുകൾ വാങ്ങിയതിന്റെ കാശ്, ഫോൺ റീചാർജ് ചെയ്തതിന്റെ കാശ്, ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ നല്ല 200 പേജിന്റെ വരട്ട പുസ്തകത്തിലുണ്ടല്ലോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. ഓ, ഇത് എന്തൊരു പിശുക്കൻ എന്റെ കർത്താവേ. കെട്ടി തന്നെ എന്റെ നാത്തുവിന്റെ വിധി. ഒരാണ് ആരെ വിളിക്കണേ? പത്രോസേട്ടനാ? ഹലോ. പത്രോസേട്ടാ, എന്താണ്? വീട്ടിൽ ലൈറ്റ് കത്തണില്ലേന്നോ? അതെ, എല്ലാ മുറിയിലുള്ള സ്വിച്ചുകളുണ്ടല്ലോ, അതൊന്ന് ഇട്ട് നോക്കി കത്തണ്ടോന്ന്. ഒരു മുറിയിൽ ലൈറ്റ് കത്തണല്ലേ? ഇപ്പോൾ വരാനായിട്ടോ? പത്രോസേട്ടാ, അതെ, എനിക്ക് കുറച്ച് വീടുകളിൽ പണി തീർത്തു കൊടുക്കാനുണ്ടേ. അങ്ങനെ പറഞ്ഞാൽ ശരി, ഇപ്പം തന്നെ വരാം. വൈകില്ല. ഞങ്ങളിപ്പോൾ തന്നെ വന്നേക്കാം. ശരി വയ്ക്കുവാണേ. മോനെ ആൻ്റപ്പാ, ഇവിടെ 4 കുരിയലുകളുണ്ട്. 2 എണ്ണം മൂത്തവൻ്റെ, അവനങ്ങ് അമേരിക്കയിലാ. 2 എണ്ണം ഇളയവളുടെ, അവളങ്ങ് ഓസ്ട്രേലിയയില്. ഈ 4 എണ്ണത്തിനെയും എൻ്റെ പെമ്പ്രോത്തിനെയും തലയിൽ കെട്ടിവെച്ചിട്ട് അവരങ്ങോട്ട് പോയി. ഈ 4 എണ്ണവും തമ്പുരാനെ കുറിച്ച് ഓർത്ത് പറഞ്ഞാൽ ഒരു അനുസരണവും ഇല്ല. വയറോ ഏതാണ്ട് കുന്ത്രാണ്ടോ ഒക്കെ പ്ലഗി കുത്തിക്കയറ്റി രാവിലെ മുതൽ കളിയാണ്. അപ്പോ ഒന്നൊരു സ്വരം കേട്ടു. പിന്നെ ആകെ മൊത്തത്തിൽ പുകയാണ്. കരണ്ടും പോയി. രാവിലെ മുതൽ കണ്ടില്ലടാ. ഒന്ന് നോക്കിയത് ആൻ്റപ്പാ, എടാ നിന്റെ കാലിന് എന്ത് പറ്റിയടാ? ഒന്നും പറയണ്ട പത്രോസേട്ടാ, കാലിന് കുറച്ച് തിളച്ച വെള്ളം വേണതാ. ഓ എന്റെ കർത്താവേ. അശനെ, എന്നാ ഞാൻ നോക്കിട്ട് വരാം. അത് ഓഫായി. എന്നാലേ ഞാൻ ഫ്യൂസ് നോക്കട്ടെ. നമുക്ക് പണിയൊന്നുമില്ലേ? ഞാൻ മേസ്രിയാ. തന്നെയല്ല, എനിക്ക് വേറെ അസുഖ. ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞേ പണിയൊന്നും എടുക്കരുന്നാണ്. അതെ, അപ്പൊ പണിക്കാശ 2 തച്ചാശ്ശേരി. എന്റെ അമ്മോ. പത്രോസേട്ടാ, ഫ്യൂസ് അടിച്ചു പോയതാ. ഫ്യൂസ് ഞാൻ കെട്ടിയിട്ടുണ്ട്. കറണ്ട് വന്നോ നോക്കിയേ. പത്രോസേട്ടാ, ദേ നോക്കിയേ, കറണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷമായി. താക്കോല്. ആൻ്റപ്പാ, ഇത് കയ്യിലിരിക്കട്ടെ എന്റെ ഒരു സന്തോഷത്തിന്. ശരി പത്രോസേട്ടാ. ജോർജ്, നമ്മുടെ കൈതമുക്ക് അമ്പലത്തിൽ ഉത്സവം നമ്മള് തകർത്തില്ലടാ. പിന്നല്ലാതെ സിംഗാരം വേണം. ഓട്ടംതുള്ളല്, കാവടി, ഭരതനാട്യം, കുച്ചിപ്പിടി, ബാല, എന്തല്ലാത്തടാ. അന്നദാനം, ബഹുകേമം. ജോർജ്, നമ്മുടെ കൈതമുക്കലേ ഡീസന്റ് ആൻ്റപ്പന്റെ പെങ്ങളല്ലടാ അത്. ഒരു പണിയുണ്ട്. പ്രാഞ്ചി, ഇവരുടെയൊക്കെ വിചാരേ നാട്ടിൽ ഇവർ മാത്രം ഡീസന്റ് ആയി ഉള്ളതാണ്. ഒരു സൽസ്വഭാവമായ ആംഗ്ലൻ, അതിൽ സൽസ്വഭാവിയായ ഒരു പെങ്ങളും അല്ലടാ. കണ്ണി കണ്ട കോളേജിൽ കിടന്ന മാർഗവാസികളെ പെണ്ണിനെ ചെറിയക്കണം അല്ലടാ. ഒരാൻ്റപ്പനും അവനൊരു പുന്നാര പെങ്ങളും. ആനി, നീ എന്തൊക്കെ അറിയണേ? ആനി മോളെ, നീ എന്തിനൊക്കെ അറിയണേ? ആനി മോളെ, നീ എന്തൊക്കെ അറിയണേ? മോളെ ആനി, നീ എന്തിനൊക്കെ അറിയണേ? അത് ചേട്ടാ, നമ്മുടെ കൈതമുക്ക് ബസ് സ്റ്റോപ്പിൽ വെച്ച് ആ ഏണി ജോസ് അവന്റെ കൂട്ടുകാരും കൂടി എന്നെ കളിയാക്കി. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ചേട്ടാ. ചേട്ടൻ ഞാൻ ചോദിക്കാനൊന്നും പോണ്ട, അവന്മാര് ദുഷ്ടന്മാരാ. ഞാൻ ചോദിക്കാൻ പോണൊന്നുമില്ല. അല്ലെങ്കിൽ ഈ അടി ഇടിയൊക്കെ എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് വേറെയാ.
നമുക്ക് പറ്റിയ പണിയല്ല ഇതൊന്നും. മോള് വിഷമിക്കണ്ട കേട്ടോ, അതേക്ക് പോക്കും. അപ്പച്ചനെല്ലാം കേട്ടു മോളെ. മോൾക്കറിയില്ലേ ആ ദുഷ്ടനോട് കർത്താവ് കൊടുത്തോളൂ. മോൾക്കറിയാതെ വാ, കരയില്ലേ കരയില്ലേ മോളെ. മോളത്തേക്ക് വാ, കരയില്ല മോളെ, കരയില്ല മോളെ, കരയില്ലേ കരയില്ലേ. ആശാനെ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മളൊന്ന് ഇടപെടേണ്ടി വരുമല്ലോ ആശാനെ. നീ പണ്ടേപ്പാ. എന്റെ മനസ്സിന്റെ കോണിൽ ഒരു ദിന പായാസം പോലെ കൊന്തി പറക്കാത്തതിന്റെ കയ്യുമില്ല, പിന്നെ കാട്ടിന്റെ വീട്ടിലെ മാമ്പഴത്തിൽ മാണിക്കം വീണ് മുളച്ചതാണ്, വെച്ചതാണ്, പിന്നെ കെട്ടതാണ്. എടാ ഏണി ജോസേ, നീ എന്റെ പെങ്ങളെ കളിയാക്കുമല്ലേ? എടാ ഏണി ജോസേ, എടാ ഏണി ജോസേ, ഇനി നീ ഈ നാട്ടിലെ അമ്മമാരെയും പെങ്ങന്മാരെയും കളിയാക്കേ, അവരെ അസഭ്യം പറയേ, അവരുടെ വഴി തടയോ ചെയ്താലുണ്ടല്ലോ പുന്നാര മോനെ, പിന്നെ നീ നിന്റെ കൂട്ടുകാരും ICU എഴുന്നേക്കില്ല. പറഞ്ഞേക്കാം, കേട്ടോടാ പുല്ലേ. ബീന 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 ബ്രോക്കർ ബീന ബീന വന്ന സെറ്റാ മാരേജ് സെറ്റാ പറം പമ്പോ പറം പമ്പോ ബീന 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 ബ്രോക്കർ ബീന ബീന വന്ന സെറ്റാ മാരേജ് സെറ്റാ പറം പമ്പോ പറം പമ്പോ ബീന 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 ബ്രോക്കർ ബീന ബീന വന്ന സെറ്റാ മാരേജ് സെറ്റാ പറം പമ്പോ പറം പമ്പോ ബീന 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 ബ്രോക്കർ ബീന. എന്റെ അമ്മജി, ഓ നല്ല പന്നിക്കുഞ്ഞു പോലെ അറിഞ്ഞോണ്ടിരുന്ന ഉരുള് പൊട്ടിയോ? അത് ഇവിടെ മലയൊന്നുമില്ലല്ലോ. അത് പോടോ. ആ ജോർജെ, ബ്രാഞ്ച് 1-2 മാസത്തേക്ക് ആസ്പത്രിയിൽ പോരുമെന്ന് തോന്നണമൊന്നുമില്ല. ആൾക്കാർക്ക് ബുദ്ധിയും ബോധവും വെച്ചു തുടങ്ങി. ഈ നാട്ടിൽ നിൽക്കുന്ന അത്ര പന്തിയല്ല ജോർജെ, നമുക്ക് നാട് വരുന്ന ബുദ്ധി. ആ ജോർജെ, നമുക്ക് പോവാം. അമ്മേ, അയ്യോ. ബീന 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 ബ്രോക്കർ ബീന ബീന വന്ന എടാ ചള്ള് ചെറുക്ക, ഈ ബ്രോക്കർ ബീനയുടെ ഏരിയ കിടന്ന് കളിക്കാറായടാ നീ. രാവിലെ തന്നെ ഇറങ്ങിക്കോളും ഒരിയാൾക്ക് കുമ്മായും പൂശി, ബാക്കിയുള്ള ബ്രോക്കർമാരുടെ വില കളയാൻ അസുത്ത്. കുമ്മായി മുഷറക്കടേ തന്റെ പെണ്ണുമ്പിളാടോ, ഇതേ നാച്ചുറൽ ബ്യൂട്ടിയാ. ഇനി തന്നെ ഈ ഏരിയയിൽ എങ്ങാനും കണ്ടാലുണ്ടല്ലോ താൻ വിവരം അറിയും. മാറി നിക്കട ചെറുക്ക. അയ്യടാ. ഹലോ, എന്റെ വർഗീസേട്ടൻ, നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കണത്? ദേ
ആൻ്റപ്പനൊരു പണി ഏറ്റെടുത്ത പണി ഏറ്റെടുത്താട്ടോ. കൃത്യസമയത്ത് പണി തുടങ്ങിയിരിക്കും, പറഞ്ഞ സമയത്ത് പണി തീർത്ത് കൈ തരുമെന്ന്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്ന്. അതെ, നിങ്ങളുടെ സംതൃപ്തിയാണ് ആൻ്റപ്പൻ്റെ സന്തോഷം, അതറിയാലോ. ആ ടെൻഷൻ അടിക്കണ്ട, പറഞ്ഞ സമയത്ത് ഞങ്ങളോട് എത്തിക്കോളാന്ന്. ആ ശരി ശരി വർഗീസേട്ടാ, ശരിന്ന്. ആ വെക്കാട്ടോ. ശരി ശരി ശരി. ആ ഓക്കെ. ആശാനേ, പൈലി ആശാനേ, ആശാനേ, പൈലി ആശാനേ. എടാ ആൻ്റപ്പാ എത്തിടാ. എടാ വേഗം പോവാ, ഇന്ന് പൗലോസേന്റെ വീട് വെച്ചിരിപ്പാ. നേരത്തെ ചെന്നില്ലെങ്കിലേ സ്വാഗത വെള്ളം കിട്ടൂലടാ. എന്തുട്ട് ഈ സ്വാഗത വെള്ളം? എടാ ഈ പല കളറിൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വെൽക്കം ഡ്രിങ്ക്. അതന്നെ. എടാ നിങ്ങളുടെ ഒരു വെൽക്കം ഡ്രിങ്ക്. വൈകി ചെന്നാലേ വീട്ടുകാർക്ക് വിഷമാവും. എന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുള്ള, ചെന്നിട്ട് വേണം എനിക്കൊരു പിടുത്തം പിടിക്കുക. നിങ്ങളുടെ ഒരു പിടുത്തം പിടി. നിങ്ങൾ ജീവിക്കാൻ വേണ്ടി കുടിക്കണം, അത് കുടിക്കാൻ വേണ്ടി ജീവിക്കണം. എന്റെ പൈലിയാശാനെ കേറിങ്ങട്. ആൻ്റപ്പാ, ബാബേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണോ? ആ സുഖമായിട്ടിരിക്കണു മോനെ. ആൻ്റപ്പാ, നല്ല ഒന്നാന്തരം ഒരു കേസ് ഒത്തു വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കിയാലോ? എന്റെ ബാബേട്ടാ, നിങ്ങൾ തന്നെ എന്നെ എത്ര പെണ്ണുണ്ടായി കാണിച്ചു, ഒരെണ്ണെങ്കിലും ഉറച്ചാ. ഇനി ഞാൻ വരണില്ല, എനിക്ക് നാളങ്ങണം വയ്യ. മോനെ ആൻ്റപ്പാ, നീ വെറുതെ പട്ടിഷ കാണിക്കരുത്. 30 വയസ്സ് കഴിഞ്ഞാൽ ആൺപിള്ളേർക്ക് പെൺപിള്ളേരെ കിട്ടാനില്ല. ചെറുക്കൻ്റെ ഒരു പോസ്. വേണ്ട ബാബേട്ടാ, കുറച്ച് നാളത്തേക്ക് കല്യാണാലോചനകളൊന്നും നോക്കണില്ല. വെറുതെ എന്തിനാ മനസ്സ് വിഷമിപ്പിക്കണേ? ആ പിടികിട്ടി. ആ പെരുങ്കള്ളി ബീനൂടെ വന്നിരുന്നല്ലേ, നിനക്കൊന്നും എന്നെ ഒരു വിലയില്ലാണ്ടായല്ലടാ. കാണിച്ചു തരാം ഞാൻ. ആൻ്റപ്പാ, ആ ബ്രോക്കർ ബാബേട്ടൻ കട്ട കലിപ്പിലാണല്ലോടാ. അയാൾ കട്ടക്കലിപ്പിൽ പോവാണെങ്കിൽ പോട്ടേന്ന്. എന്റെ പൈലിയാശാനെ എത്രയാന്ന് വെച്ചാൽ പോയി പെണ്ണ് കാണണേ, ഒരു ആലോചന പോലും ഉറക്കണില്ലാന്ന്. എനിക്ക് വയ്യനെ എന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ. ആശാൻ അറിയോ, കോളനിക്കാരൻ എന്നുള്ള പരിഹാസവും മാർക്കവാസി എന്നുള്ള കളിയാക്കലും കേട്ട് ഞാൻ മടുത്തു. ഇതെല്ലാം ഇട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും പോകാന്ന് കരുതിയതാ. പക്ഷെ വീട്ടിലെ അപ്പച്ചന്റെ അനിയത്തിനും കാര്യം ഓർത്തട്ട ആശാനെ. എടാ ആൻ്റപ്പ, നീ വിഷമിക്കില്ലേ? നിന്നെ കളിയാക്കുന്നവരോടും പരിഹസിക്കുന്നവരോടൊക്കെ പോകാൻ പറയടാ. ഇവിടെ മാമദീസ മുങ്ങിയ എല്ലാ ക്രിസ്ത്യാനികളും മാർക്കവാസികളാടാ, അല്ലാതെ ഇസ്രായേലിനൊന്നും പൊട്ടി വീണതല്ല. നീ വണ്ടി എടുക്കാൻ്റപ്പാ. ആശാനതേ, നമ്മുടെ ലോണപ്പേട്ടന്റെ വീട്ടിലെ പണിയുണ്ടല്ലോ, അത് കൃത്യസമയത്ത് തീർത്തു കൊടുക്കണോട്ടോ. അയാളെ ഭയങ്കര മൂട്ടയാണെന്നേ. പിന്നെ പണി സ്ഥലത്ത് നിന്നുള്ള നിങ്ങളുടെ മുടിഞ്ഞ ഉറക്കുണ്ടല്ലോ, അതൊന്നും അങ്ങടെ അവസാനിപ്പിക്കും. മനുഷ്യന്റെ കാര്യല്ലേ, ചോളം ഉറങ്ങിയൊക്കെ പോവും. ഒന്ന് ഒതുക്കി, വല്ലാത്ത ശങ്ക. ഒന്ന് മൂത്രമൊഴിക്കണെന്ന്. തമാശ കളിക്കില്ല ആശാൻ, ഇത് പൊതുസ്ഥലമാണ്, ഇവിടെ മൂത്രമൊഴിക്കാൻ പറ്റില്ല. പോലീസ് കണ്ട് പിടിച്ചാലേ പെറ്റിയടിക്കും. എടത് എമർജൻസി ഒന്ന് മൂത്രമൊഴിക്കണെന്ന്. ഞാൻ മൂത്രമൊഴിക്കാതിരുന്നാലേ വല്ല കിഡ്നി ഫെയിലറോ അറ്റാക്കോ വല്ല റിവേഴ്സ് വല്ലതും വന്നാലേ ആരും സമാധാനം പറയും. ഓ, നിങ്ങളുടെ ഒരു ഒടുക്കത്തെ ശങ്ക. ഒന്ന് മൂത്രം ഒഴിക്കങ്ങട്. ഓ, ഇത് എന്തൊരു കുരിശന്റെ കർത്താവ്. എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? ഇത് ഏത് അലവലാതി കൺട്രി ഫെല്ലോ, സ്നാണമില്ലാത്ത മനുഷ്യൻ. എടാ ആൻ്റപ്പാ, നല്ലൊരു കേസ് തോന്നിട്ടുണ്ട്. ഒരു ഡിമാൻഡും ഇല്ല, നല്ല ചക്കക്കുരുള്ള നല്ല ഒന്നാന്തര തറവാടികൾ. പെണ്ണാണെങ്കിലോ ഭൂലോക സുന്ദരി. പിന്നെ പെണ്ണിന് ഇച്ചിരിക്കോളം പ്രായമുണ്ട്. അതാര് നോക്കാൻ? ഇപ്പൊ തന്നെ പോണം, അല്ലെങ്കിൽ പെണ്ണിന് വല്ല തറവാടികളും കുത്തിക്കൊണ്ട് പോകും. എന്റെ പൊന്ന് ബീനേച്ചി, നിങ്ങൾ കൊണ്ടുപോയി കാണിച്ച ഓരോ ആലോചനകളും ഓരോ ഇടപെടങ്ങളായിരുന്നു. വെറുതെ എന്തിനാ ഞങ്ങൾ ആളുകളുടെ മുമ്പിൽ നാണം കിടണേ? എടാ ആൻ്റപ്പ, ഇത് അങ്ങനെ അല്ലടാ, ഇത് നിനക്ക് ലോട്ടറി ആടാ. ഓ, ലോട്ടറി ആയിരിക്കില്ല, പിച്ചച്ചട്ടി ആയിരിക്കും എന്റെ ഗതി. ആശാനെ, ഇതിപ്പോ എന്തുട്ടാ ചെയ്യാ? ഇവിടെ ലോണപ്പേണ്ടുള്ള പണി തീർത്തു കൊടുക്കണ്ടേ? എടാ നമുക്ക് തീർക്കാം, ഇത് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാ. ഇപ്പൊ തന്നെ പോണോട്ടോ. അതെങ്ങനെ വെറുതെ പോണേന്ന്? കാറോ വണ്ടി എന്തെങ്കിലും വേണ്ടേ? എടാ, എന്റെ കൂട്ടാന്റെ വീട്ടിലൊരു വണ്ടി ഉണ്ട്, ഞാൻ എടുത്തോളാം. എന്നപ്പോ തന്നെ പോവല്ലേ? ആ കാണുന്നതാ പൈലിങ്കൽ ഫിലിപ്പോസേട്ടന്റെ വീട്. ഫിലിപ്പോസേട്ടന്റെ ഒരേ ഒരു മകൾ റേച്ചലിയ നമ്മളിത് പെണ്ണ് കാണാൻ പോണെ. ഇട്ടുകൂടാനുള്ള സ്വത്തണ്ടാ. നിനക്കിതൊരു ലോട്ടറിയാ. നല്ല സ്ത്രീധനം കിട്ടൂടാ. എന്റെ പൊന്നാശാനെ, സ്ത്രീധനം വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. എനിക്കൊരു കുടുംബജീവിതം ഉണ്ടായാൽ മതി. എന്റെ ലുലുമോളുടെ വാച്ചാ, ഇതങ്ങ് കെട്ടിക്ക്. ഒരു ഗമ വേണ്ടാ, നമ്മളായിട്ട് ഇതിനെ കുറയ്ക്കണേ. ശരി ആശാനെ.
നിങ്ങൾ എത്തിയോ? വരൂ വരൂ. വരൂ വരൂ, അകത്തേക്ക് ഇരിക്കാം. വന്നാട്ടെ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കൂ ഇരിക്കേ. ഇതാണ് നമ്മുടെ ചെക്കൻ ആന്റണി വർഗീസ്. ഇതവന്റെ ആശാനാ പൈലി ചേട്ടൻ. കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞിരുന്നല്ലോ. ചേട്ടാ, എന്നാ പിന്നെ കൊച്ചിനെ വിളിച്ചാലോ? കൊച്ചിനെ വിളിക്കാം. ചായ എടുക്കട്ടെ? ചായ എടുക്ക്. ഹലോ പപ്പലപ്പാ. ഹലോ ഹലോ മുതലാളി മുതലാളി ഇങ്ങോട്ട് നോക്കിയേ. ഇതേമാരത്തെ തേങ്ങയല്ലേ മുതലാളി എന്നോട് ഇരിക്കാൻ പറഞ്ഞേ? അത് പിടിച്ച മുതലാളി. ഈറമാണോണാഞ്ച ഈ തേങ്ങ മൂത്തിട്ടുണ്ടോടാ മുതലാളി? മൂത്തണ്ട് മുതലാളി. ഓ ആട്ടെ, എത്ര തേങ്ങ നീ ഇതുപോലത്തെ ഇടിച്ചു? 10-600 ഇടിച്ചുണ്ട് മുതലാളി. മരപ്പട്ടി മൂറ എന്റെ അമ്മയുടെ നായിനെ കെട്ടിക്കാനായിട്ട് മുതലാളി. എന്റെ മരപ്പൊട്ട, ഇനി മുതല് നിനക്ക് 6 മാസത്തേക്ക് ശമ്പളവും ഇല്ല, ഇവിടുന്ന് കഞ്ഞളും ഇല്ല. മുതലാളി. ഫിലിപ്പോസേ. പപ്പലപ്പാ, എന്തിന്റെ വിശേഷങ്ങള്? ഫിലിപ്പോസേ, ശരിക്കും അങ്ങോട്ട് വീശണ പൊട്ട മുതലാളി. എടാ, നീ കൊച്ചിന് കല്യാണമൊക്കെ ആലോചിക്കുന്നത് പറഞ്ഞു കേട്ടോ? അതെ ഇളയപ്പാ, ബ്രോക്കർ ഒരു ആലോചന കൊണ്ടുവന്നതാ. എന്താലോചിച്ചിട്ടാ ഈ ചെക്കനെ മിച്ച പിടിച്ച് വീട്ടിൽ കയറ്റേക്കണേ? അതെ ഇളയപ്പാ, ഞാൻ എടാ, നമ്മുടെ കൊച്ചിനെ കെട്ടിച്ചില്ലെങ്കിൽ കെട്ടിച്ചില്ലെന്നുള്ളൂ. നമ്മളൊക്കെ തറവാടികളല്ലടാ. നമ്മുടെ സ്വത്തെങ്ങും കൈവിട്ട് പോയാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് പിന്നെ കാര്യമുണ്ടടാ. ഒന്നങ്ങടെ ആഞ്ഞു വീശാ മരപ്പട്ടി മുതലാളി. ശരി ശരി ഇളയപ്പാ, ഇളയപ്പം പറയണ പോലെ ഞാൻ ചെയ്തോളാം. ഇടം മരക്കഴുത്, ഈ കണ്ണി കണ്ട കോളനി കിടക്കണ മാർക്കവാസികൾക്കുണ്ടോ നമ്മളെ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കാൻ പോണത്? ഇടാ, നമുക്കൊക്കെ ഇപ്പോഴും അന്തസ്സും തറവാടിത്തും തന്നെയാ വലുത്. ഈ പാപ്പടപ്പനാ പറയണേ, ഇറക്കി നിറാൻ പറ. ഓ, ഒന്നാഞ്ഞു വീശാ ഓന്തോറ മുതലാളി. ശരി ശരി ഇളയപ്പാ, ഇളയപ്പം പറയണ മാതിരി ഞാൻ ചെയ്തോളാം. ശരി ഇളയപ്പാ. ആ ഓക്കെ. മോളെ, നിനക്ക് ചെറുക്കന് ഇഷ്ടായോ? എനിക്കിഷ്ടായി അമ്മേ, നല്ല ചെക്കനാ. ഓ എന്റെ മാതാവേ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ആ മോളെ, ചായ കൊടുക്ക്. കേറിപ്പോഴത്തേക്ക് നിന്റെ ഒരു ചായ. എന്റെ കർത്താവേ, ഈ പാലമാടൻ കാരണം വരുന്ന ആളിന് ഒന്നും നടക്കുന്നില്ല. എനിക്കിതാ ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ. ഇറങ്ങടാ. എന്റെ മോളെ, നീ വിഷമിക്കില്ലേ? നമ്മുടെ ഒരു തലവിധി. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങിപ്പോവാ. നിങ്ങൾ ക്ഷണിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട് ഇങ്ങനെ നാണം കെടുത്ത് ഞങ്ങളെ ഇറക്കി വിടാൻ? ഫിലിപ്പ് ചേട്ടാ, എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. ഞാൻ എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞതല്ലേ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്? ഒരു ബ്രോക്കർ വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോടി, കിടന്ന് ചിലക്കാതെ. നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ മനുഷ്യ, വെറുതെ വഴക്കുണ്ടാക്കാതെ. കേറിപ്പോടിയത്. പരട്ടക്കളവാ, എന്റെ തനിക്കുണം കാണിപ്പിക്കരുത്. എടഞ്ഞ ഈ ബീനാള് പെശക പറഞ്ഞേക്കാം. താനൊന്ന് പോടോ കാർന്നോരെ. തലയിൽ ബ്ലാക്ക് ഓക്സൈഡും പൂശി സിൽക്കിന്റെ കുപ്പായിട്ട് ഇങ്ങ ഇറങ്ങിയേക്കോ ഒരു തറവാടി. ആളുകളെ പറ്റിക്കാൻ. ഡാന്റപ്പാ, ഞാൻ എന്റെ ടെസ്റ്റർ എടുത്ത ഇയാളുടെ പള്ളക്ക് ഒരു കേട്ട കയറ്റാലോ? വേണ്ട ആശാനെ, ഇറങ്ങി പൊക്കോണം അവിടെ നിന്ന്. കണ്ണി കണ്ട കോളനി കിടക്കണ മാർഗവസായി നിനക്ക് ഞാൻ എന്റെ കൊച്ചിനെ കെട്ടിച്ചു തരണമല്ലടാ. നിങ്ങൾക്കറിയോ, ഇവിടുത്തെ ബ്രാഹ്മണരും നായരും പുലയരും പറയരും ക്രിസ്തു മതത്തെ സ്നേഹിച്ചതുകൊണ്ടും ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ടാ ഇവിടെ മാർക്കവാസികളുണ്ടായത്. മാമോദീസ വെള്ളം തലയിൽ വീണ ഞാനും നിങ്ങളുമടക്കം സ്വയം തറവാടികൾ എന്ന് അഹങ്കരിക്കുന്ന സകല ക്രിസ്ത്യാനികളും ഇവിടെ മാർക്കവാസികളാ ചേട്ടാ. നിങ്ങളുടെ കൊച്ചിനെ വല്ല 2ാം കെട്ടുകാരനോ 4ാം കെട്ടുകാരനോ 6ാം കെട്ടുകാരനോ കൊണ്ട് കെട്ടിച്ചു കൊടുത്ത് അതിന്റെ ജീവിതം നശിപ്പിക്കും. അതാണല്ലോ ഇപ്പൊ നിങ്ങളുടെ തറവാടികളിലെ പുതിയ ഫാഷൻ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ആരാടി ചോദിക്കാൻ? പിന്നെ നിന്നെ പോലെയുള്ളവന്മാര് എന്റെ വീടിന്റെ പടിയെടുക്കാൻ യോഗ്യതയില്ലാത്തവന്മാരാ. ഒരു പാവപ്പെട്ടവന്റെ മകനായി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതോ എന്റെ പഠിപ്പോ? അതോ ഞാൻ ചെയ്യുന്ന തൊഴിലോ? ഒരു മനുഷ്യനെയും
അവൻ ചെയ്യുന്ന ജോലി നോക്കിയോ അവന്റെ കുടുംബ സാഹചര്യം നോക്കിയോ വിലയിരുത്തരുത്. വലിയ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും തറവാടിത്തത്തിനും ഒക്കെ അപ്പുറം മനുഷ്യരിൽ ഉണ്ടാകേണ്ട ചില നന്മകളും മൂല്യങ്ങളുമുണ്ട്. അത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിങ്ങളൊക്കെ വെറും ഒരു പരാജയമാണ് ചേട്ടാ, വെറും ഒരു പരാജയം. നിങ്ങളിപ്പോ വേദനിപ്പിച്ചും അപമാനിച്ചും ഇറക്കി വിടുന്നത് ഈ ആന്റണിയെ മാത്രമല്ല, ഇവിടെ കൂലിപ്പണിക്കാരായും ഡ്രൈവർമാരായും കടകളിൽ ജോലി ചെയ്യുന്നവരായും ഈ സമൂഹത്തിന്റെ താഴ്ന്ന തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കുഞ്ഞു വിവാഹ ജീവിതം സ്വപ്നം കാണുന്ന അനേകായിരം ചെറുപ്പക്കാരെയാണ്. എനിക്ക് സ്വന്തമായൊരു തൊഴിലും കയറി കിടക്കാൻ 2 സെന്റിൽ ഒരു കൊച്ചു വീടുണ്ട്. ഒരു ദിവസം പണിക്ക് പോയാൽ എനിക്ക് 1000 രൂപ കിട്ടും. പക്ഷെ നിങ്ങൾക്കോ? നിങ്ങളുടെ കാരണവന്മാർ വെട്ടിപ്പിടിച്ചതും പറ്റിച്ചുണ്ടാക്കിയതുമല്ലാതെ നിങ്ങളുടേതെന്ന് പറയാൻ സ്വന്തമായി നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി 1 രൂപയെങ്കിലും ഉണ്ടോ? ഇനി പറ, കോളനി കിടക്കണ മാർക്കവാസിയായ ഞാനോ തറവാടി, അതോ നിങ്ങളോ? ഞങ്ങൾ ആന്റപ്പനെ രത്നാണ്, രത്നം. ആ അതിന്റെ ശോഭയോ മൂല്യമോ തിരിച്ചറിയാൻ കഴിയാത്ത നിങ്ങളൊക്കെ വെറും ഒരു ദുരന്തമാണ് മനുഷ്യ, മഹാദുരന്തം. നീ വാടാ എന്റെപ്പാ, നീ വാടാ. എന്റെ പൊന്ന് ബീനേച്ചി, ഇനി ഇതുപോലത്തെ കല്യാണാലോചനയായിട്ട് ദൈവത്തെ ഓർത്ത് എന്റെ വീട്ടിലേക്ക് വരല്ലേ. വെറുതെ ആളുകളുടെ വാരിങ്ങനെ തെറിയേക്കാണല്ലേ. ഒന്ന് മനസ്സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. എന്റെ അന്നപ്പ, ഞാൻ മനസ്സാവാതെ കർമ്മണ അറിഞ്ഞ ഈ പീലിപ്പോസ് ഇത്ര മെനകെട്ടവനാണെന്ന്. ഈ ബീനച്ചോട് ക്ഷമിക്കടാ അന്നപ്പ. ഈ പെണ്ണ് പോണേ പോട്ടടാ, നിനക്ക് നല്ല ആയിരക്കണക്കിന് പഴുത്ത ചക്കച്ചറോളത്തെ പെമ്പിള്ളേരെ ഈ ബീനേച്ച് കൊണ്ടുവിടാ. ഇങ്ങോട്ട് നോക്കിയേ, ഇത് റീന, ഇത് സീന, ഇത് മീന, ഇത് നീന, ഇത് ലീന, ഇത് ടീന, ഇത് ആലിസ്. ആലിസ് ഇപ്പൊ സ്ഥലത്തില്ല, UK നേഴ്സാ. എന്റെ പൊന്ന് ബീനേച്ചി, എനിക്ക് പെണ്ണും വേണ്ട പെടക്കോഴിയും വേണ്ട. ഞാനൊന്ന് മനസ്സമാധാനമായിട്ട് ജീവിച്ചോട്ടെ, എന്നെ വിട്. കഷ്ടമുണ്ട് ബീനച്ചി, വെറുതെ ചെറുക്കന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ. ആശാനെ, വണ്ടി ഒന്ന് സൈഡാക്കി. ആശാനെ, എന്റെ മനസ്സിനൊരു സമാധാനമില്ല. ഞാനൊന്ന് പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് വരാം. നിങ്ങൾ വിട്ടോ? ശരി എന്റെപ്പാ. ആശാനെ, വാച്ച് ലുലുമോൾക്ക് കൊടുത്തേരെ. ഞാൻ പള്ളി കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. അല്ലപ്പാ, ഇത് കഴിയുമ്പോ നേരെ വീട്ടിലേക്ക് വരില്ലേ? വരാശാനെ. എന്റെ കർത്താവേ, ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഇത്രമാത്രം കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അപമാനവും ഏറ്റുവാങ്ങാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ പറ. ഞാൻ ഈ ലോകത്ത് ജനിച്ചു പോയതാണോ എന്റെ തെറ്റ്, അതോ എന്നെ തിരിച്ചറിയാത്ത ഈ ലോകത്തിന്റെയോ? എന്റെ കുഞ്ഞുനാൾ മുതൽ അപ്പച്ചനും അമ്മച്ചിയും ഇടവകയിലെ വികാരിയച്ഛനും സ്കൂളിലെ ടീച്ചർമാരും പറഞ്ഞു തന്ന പാഠങ്ങൾ അനുസരിച്ച് എല്ലാവരെയും സ്നേഹിക്കുവാനും സഹായിക്കുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. നീ പറ, നല്ലൊരു മകനായി, അതിലുമുപരി നല്ലൊരു മനുഷ്യനായി നാളിതുവരെ ജീവിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതെ, എനിക്ക് കല്യാണം കഴിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ വീട്ടിലെ അപ്പച്ചന്റെ അനിയത്തിയുടെയും കണ്ണീര് കണ്ടിട്ടാ. നിനക്കറിയാലോ, ഈ 33 വയസ്സുകാരനായ ഞാനും നീയും ഒരേ പ്രായക്കാരാ. എന്നിട്ടും എന്തേ നീ എന്നെ മനസ്സിലാക്കാത്തെ? മോനെ ആന്റപ്പാ, ആന്റപ്പാ, അച്ഛോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോനെ,
നിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? ഒന്നും പറയണ്ട അച്ചു, 100 പെണ്ണ് കണ്ടു. അവർക്ക് ആർക്കും എന്നെ എൻ്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോ എൻ്റെ മനസ്സിനൊരു സന്തോഷമില്ല അച്ചു, ഒരു സമാധാനമില്ല. നീ വിഷമിക്കല്ലോ മോനെ, എല്ലാം ശരിയാകും. അച്ചോ, വലിയ കുടുംബ പാരമ്പര്യമോ തറവാടിത്തമോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത കോളനിയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ മകനായതുകൊണ്ടാണ് അച്ചോ എനിക്കാരും പെണ്ണ് തരാത്ത. മോനെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. നിന്റെ വില അത് തമ്പുരാൻ അറിയാം. അച്ചോ, അച്ഛൻ എന്നെ വ്യക്തിപരമായിട്ട് അറിയാലോ. ഇന്നത്തെ ചെറുപ്പക്കാർക്കുള്ള പോലെ ഒരു തരത്തിലുമുള്ള ദുശീലമുള്ള ആളല്ല ഞാൻ. ഒന്ന് ആലോചിക്കുമ്പോൾ മദ്യപിച്ചും പുകവലിച്ചും മോശക്കാരായി ജീവിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാർക്കൊക്കെ എത്രയോ വേഗത്തിൽ പെണ്ണ് കിട്ടുന്നു അച്ചോ. അല്ലെങ്കിൽ പണം മാത്രം മതിയോ അച്ചോ കല്യാണം നടക്കാൻ? അങ്ങനെയല്ല മോനെ. ജന്മം നൽകി പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവരുടെ കണ്ണുനീർ വീഴ്ത്തി പ്രണയത്തിന്റെ പേരിൽ തൻ്റെ അടുത്ത് വിവാഹം കഴിക്കുന്നവരും കളവും നുണകളും പറഞ്ഞ് പറ്റിച്ച് വിവാഹം കഴിക്കുന്നവരും വിചാരിക്കുന്നതേ വിവാഹം എന്നത് അവർ രണ്ടുപേരും തമ്മിലുള്ള വെറും ഒരു കോൺട്രാക്ട് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണെന്നാണ്. എന്നാലേ അവരറിയുന്നില്ല വിവാഹം എന്നത് വിശുദ്ധമായൊരു കൂതാശയാണെന്ന്. ഇവിടെ വിവാഹം കഴിക്കുന്ന ഓരോ പുരുഷനും സ്ത്രീയും പിതാവായ ദൈവവും ചേർന്നെടുക്കുന്ന 3 പേരുടെ പവിത്രമായ ഉടമ്പടിയാണ് വിവാഹം. ദൈവേഷ്ടപ്രകാരമല്ലാത്ത, ദൈവം പങ്കാളിയാകാത്ത ഒരു വിവാഹവും ഈ ഭൂമിയിൽ നിലനിൽക്കില്ല. പിന്നെ തമ്പുരാന്റെ സന്നിധിയിൽ അറിവോ സമ്പത്തോ വലിയ ജോലിയോ സ്ഥാനമാനങ്ങളോ പാരമ്പര്യമോ തറവാടിത്തമോ ഒന്നുമല്ല പ്രധാനം. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയ വിശുദ്ധിയാണ്, മനസ്സിന്റെ നന്മയാണ്. മറ്റൊന്നിനും തമ്പുരാന്റെ സന്നിധിയിൽ സ്ഥാനമില്ലടാ മോനെ. മോനെ, നിന്റെ മനസ്സിന്റെ നന്മയും ഹൃദയത്തിന്റെ വിശുദ്ധിയും തമ്പുരാൻ അറിയുന്നുണ്ട്. നിനക്ക് ചേർന്നൊരു ഇണയെ, ഒരു തുണയെ, മാലാഖയെ പോലെ പെൺകുട്ടിയെ നിനക്കായി ദൈവം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ദൈവം നിനക്കായി സമ്മാനിക്കും. മോനെ, നീ വിഷമിക്കണ്ട. അച്ഛൻ എന്നും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി അച്ചോ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി അച്ചോ. ഹലോ, അന്നാമ്മ ചേട്ടത്തി. എന്താണ്? വീട്ടിലെ മോട്ടർ വർക്ക് ചെയ്യണല്ലേ? അയ്യോ, ഞാൻ പള്ളി വരെ ഒന്ന് വന്നിരിക്കുകയാണല്ലോ. ഞാൻ പെട്ടെന്ന് എത്താം. ചേട്ടത്തി, ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം. ശരി ശരി ശരി. എന്നാ വെക്കുവാണേ. അന്നാമ്മ ചേട്ടത്തി, അന്നാമ്മ ചേട്ടത്തി, അന്നാമ്മ ചേട്ടത്തി. മോനെ ആൻ്റപ്പ, അന്നാമ്മ ചേട്ടത്തി, ഇത് എന്തുട്ടാ പറ്റിയേ? ഒന്നും പറയണ്ട മോനെ ആൻ്റപ്പ. ടാങ്കിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. ഇതിയാനാണെങ്കിൽ 2 മണിക്കൂറായിട്ട് കക്കൂസയില. അകത്തേക്കുമില്ല പുറത്തേക്കുമില്ല. എന്തൊരു കഷ്ടാ നോക്കിയേ. ഹായ് അന്നാമ്മ ചേട്ടത്തി, അപ്പൊ മോട്ടോർ വർക്ക് ചെയ്യണല്ലേ? മോട്ടർ ഓൺ ആവണ്ടെന്നേ. നമ്മൾ മുളക്കണ കേക്കാം. വെള്ളം ഒട്ട് വരണില്ലാനും. ഒന്ന് നോക്കണ മോനെ ആൻ്റപ്പ. അന്നാമ്മ ചേട്ടത്തി, മോട്ടറിന് കംപ്ലൈന്റ് ഒന്നുമില്ല. ഈ ഫുഡ് വാൽവാണ് പണി പറ്റിച്ചത്. ഈ വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഈ മോട്ടർ സ്വാഭാവികമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, താഴേക്ക് കെട്ടി വെച്ച് കൊടുത്തു. ഫുഡ് വാൽവ് താഴേക്ക് ഇരുന്നു, അടി പറ്റി കിടക്കായിരുന്നു. അതാണ് ഈ കല്ലും മണ്ണും ചെളിയൊക്കെ കൂടി ഇതിൻ്റെ ഉള്ളിൽ കയറി വന്ന് ഈ 3 ശബ്ദം കേട്ടത്. അത് മാത്രമല്ല, ഏറും കയറി പിടിച്ചു. അതാണ് ഈ വെള്ളം കയറാതിരുന്നത്. ഞാനിപ്പോൾ ഈ മോട്ടറിന്റെ ഫുഡ് വാൽവ് പൊക്കിയെടുത്ത് ക്ലീൻ ചെയ്ത് ഒരു വാല അടിയിൽ കെട്ടി സെറ്റാക്കിയാൻ വെച്ചിട്ടുണ്ട്. ഏറിപ്പോൾ വെള്ളം ഒഴിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറും കയറിയിട്ടില്ല. ഇനിയിപ്പോൾ സ്വിച്ച് ഇട്ടാൽ മോട്ടറിൻ്റെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും. പ്രത്യേകം ശ്രദ്ധിക്കണം, കിണറിൽ വെള്ളം ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അതിനനുസരിച്ച് മോട്ടർ പതുക്കെ പൊക്കി ഫുഡ് വാൽവ് പൊക്കി കെട്ടി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാലേ മണ്ണിൽ പൊട്ടി കിടന്നാൽ വീണ്ടും ഈ ചെളിയും കല്ലും കയറി ഒരു ശബ്ദം വരും, വെള്ളം കയറില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. അന്നാമ്മ ചേട്ടത്തി, ഇപ്പൊ നോക്കിയേ, മോട്ടർ നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യണല്ലേ? നല്ല ശബ്ദം ഉണ്ടെന്ന് നോക്കിയേ. അതാണ് പറഞ്ഞത്, ആൻ്റപ്പനൊരു പണി ഏറ്റെടുത്താൽ അത് കണ്ടീഷനായിട്ട് തീർത്തിട്ടാ വേറെ കാര്യമുള്ളൂ. നിങ്ങളുടെ സന്തോഷമാണ് ആൻ്റപ്പന്റെ സംതൃപ്തി. ഇപ്പൊ സന്തോഷമായില്ലേ? വലിയ ഉപകാരം ആൻ്റപ്പ. കാശ് ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടാ. ശരി അന്നാമ്മ ചേട്ടത്തി, ഇനി എന്തെങ്കിലും പണികളുണ്ടെങ്കിലേ ആൻ്റപ്പനെ വിളിച്ചോളൂട്ടാ. പണി സ്ഥലത്ത് നിന്ന് വിളിയൊന്നും നേരെ ഉച്ചയായി, നമുക്ക് പോണ്ടേ? പണി സ്ഥലത്ത് എന്നിട്ട് വേണം എനിക്കൊന്ന് കിടന്നുറങ്ങാൻ. ഈ ചെറുക്കന്റെ ഒരു കാര്യം. ഇതാണ് ബ്രോക്കർ മീനേശയോ? അതെ, ഇപ്പൊ എന്നെ കണ്ട പ്രായം തോന്നുന്നു. പ്രായം കണ്ട ചർമ്മം തോന്നുകയില്ല. നോട്ടിഫല്ലോ പോവിടുന്നു. ആൻ്റപ്പാ, എടാ ആൻ്റപ്പോയ്, ആൻ്റപ്പോയ്, എടാ ആൻ്റപ്പോയ്. ഇതാരാണ് രാവിലെ വീട്ടിൽ കൂടെ? എന്റെ ആശാടെ നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? എന്തിനിങ്ങനെ രാവിലെ വന്ന് വിളിച്ചു കൂടെ?
സമയം 12 മണി ഉച്ചയടാ, നമുക്ക് പോണ്ടേ. എന്റെ ആശാനെ നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? എടാ വീട്ടിൽ കിടന്ന ഉറക്കം വരില്ലടാ. പണിസ്ഥലത്ത് ചെന്നാലും നല്ല ഉറക്കം വരും. നിങ്ങളുടെ ഒരു മുടിഞ്ഞ ഉറക്കം. നമ്മൾ 3 മണിക്ക് വെളുപ്പിന് 3 മണിക്കല്ലേ വീട്ടിൽ വന്ന് കയറിയ പീലിപ്പോസാറിന്റെ വീട്ടിലെ പണി കഴിഞ്ഞോണ്ട്. ഇയാളുടെ ഒരു കാര്യം. ഇതാരും ബ്രോക്കറും ബീനേച്ചിയാ. ഇതെന്താ ഇത്ര നേരത്തെ? നിനക്ക് പറ്റിയൊരു ബെസ്റ്റ് കല്യാണാലോചന ബീനേച്ച് വന്നേക്കണേ. നിങ്ങളുടെ ബെസ്റ്റ് കല്യാണാലോചന. ഇതുപോലെ തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട്ടിൽ കൊണ്ടുപോയേ. അവിടുന്ന് തല്ല് കിട്ടാതെ വന്നത് ദൈവാനുഗ്രഹമാണ്. ഇതങ്ങനല്ലടാ. ഇതങ്ങനൊന്നും അല്ലടാ. ഇത് എന്തുകൊണ്ടെന്ന് എനിക്ക് ചോദിച്ച കേസാ. പിന്നെ അവർക്ക് ഒരു ഡിമാൻഡുള്ളടാ. എടാ പെൺകുച്ചി നേഴ്സാ അങ്ങ് യുകെയില്. എന്റെ ബീനേച്ചി, അവനെ കഥ കണ്ട പെണ്ണുങ്ങളെ കൊണ്ടൊന്നും എന്റെ ആനപ്പനെ കെട്ടിക്കാൻ പറ്റില്ല. എന്റെ ആനപ്പനെ ഇവിടെ അന്തോണിസുണ്ണാനെ പോലെ ഡീസന്റ് ആളാ. അതെ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്കുള്ള പോലെ ആദ്യം ഫ്രണ്ട്, പിന്നെ ബെസ്റ്റി, പിന്നെ ലവർ. അതും പോലെ അവരോട് മസൽഗുടി വഴി ഊട്ടി ട്രിപ്പ് പോയി വരുന്ന പെൺപിള്ളേരെ പോലെ ഉള്ളവരെ ദൈവത്തെ ഓർത്ത് എന്റെ ആനപ്പനെ തലയെ കെട്ടിവെക്കരുത്. എടത് അങ്ങനത്തെ പെങ്കൊച്ചൊന്നും അല്ലടാ. താനിപ്പോ അത്രമായിട്ട് തങ്കോടാ. അവരാഗ്രഹിക്കുന്നത് നിന്നെ പോലത്തെ തങ്കപ്പെട്ട ഒരു പയ്യന്, സൽസ്വഭാവവും ദൈവാനുഗ്രഹമുള്ള ഒരു മകൻ. എടാ പെങ്കുച്ചിന് അധികം ലീവില്ലടാ. കല്യാണം കഴിഞ്ഞ ഉടനെ പോണം. പിന്നെ നിന്റെയും കൊണ്ടുപോടാ. ഇതിപ്പോ എന്താ ചെയ്യാ ആശാനെ? അവറാൻ ചേട്ടന്റെ വീട്ടിലെ പണി തീർത്തു കൊടുക്കണ്ടേ? പെങ്കൊച്ചിനെ കാണണമെങ്കിൽ ഇപ്പൊ പോയി കാണണം. അല്ലെ വല്ല ആമ്പിളേരും കൊത്തിക്കൊണ്ടോ. അപ്പൊ തന്നെ പോവാടാ. ഇപ്പൊ തന്നെ പോവല്ലേ? എടാ അടപ്പേടാ, ആ കാണുന്നത് പെങ്കൊച്ചിന്റെ വീട്. അയ്യോ, ഇത്ര വലിയ വീടോ? ഇത്രയും വലിയ വീട്ടിൽ കല്യാണാലോചന എന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി നാണം കെടുത്താനാണോ ബീനേച്ചി? നീ ഒന്നും മിണ്ടാതിരേടാ. ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട്. നീ ഇതാ ഇരുട്ട് വാടാ എന്റെപ്പാ. എന്നാ പോവല്ലേ ആശാനെ? നീ വാടാ എന്റെപ്പാ. വരൂ അകത്തേക്ക് ഇരിക്കാം. വരൂ അകത്തേക്ക് ഇരിക്കാം. വാ മക്കളെ ഇരിക്കി. എന്താ മോന്റെ പേര്? ആന്റണി വർഗീസ് എന്നാ. സ്നേഹമുള്ളവർ ആന്റപ്പാന്ന് വിളിക്കും. ഇവിടെ തുളിസാന്റെ പേരാണല്ലോ. എന്നാ പിന്നെ ജോസഫേട്ടാ, ഞാൻ ഇവരെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ചെക്കൻ ആന്റണി വർഗീസ് എന്ന ആന്റപ്പൻ. ഇത് അവന്റെ ആശാൻ പൈലിച്ചേട്ടൻ. പിന്നെ ആന്റണി, ഇതാണ് പെൺകുട്ടിയുടെ അപ്പച്ചൻ ജോസഫേട്ടൻ. ഇത് ജോസഫേട്ടന്റെ അമ്മച്ചി മറിയംകുട്ടി അമ്മച്ചി. പിന്നെ ജോസഫേട്ടന്റെ ഭാര്യ റോസമ്മ ചേച്ചി നേരത്തെ മരിച്ചുപോയി. മോൻ എന്താ പഠിച്ചേക്കണേ? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ITC പാസ്സായിട്ടുണ്ട്. ഈ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിന്റെ കോഴ്സ്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരു മോളുള്ളൂ. വീണ പറഞ്ഞില്ലേ, അവൾ നേഴ്സാ. UK ലണ്ടനില. ഈ UK ലണ്ടനും ഒന്നല്ലേ? ഇത് രണ്ടും രണ്ടാണോ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അതെ, ആശാൻ ഇടയ്ക്ക് പിച്ചും പേയും പറയുന്ന ഒരു അസുഖമുണ്ട്. ഏതോ ദുസ്വപ്നം കണ്ട് പേടിച്ചതാ. മോനെ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇത് കൃപാസന മാതാവിന്റെ വെഞ്ചിരിച്ച എണ്ണയാ. മാതാവ് മോന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തരും. എന്റെ മാതാവേ, ഇങ്ങേട്ട മുടിഞ്ഞ കൊടിയൊന്ന് മാറ്റിയാ മതി. മോന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അപ്പച്ചൻ, അനിയത്തിക്ക് 6 മാസമായപ്പോ ഞങ്ങളുടെ അമ്മച്ചി മരിച്ചു. അപ്പൊ അഞ്ചത്തി എന്താ ചെയ്യണേ? അവള് നേഴ്സിംഗ് കഴിഞ്ഞു. ഇപ്പൊ ഈ OITക്ക് പഠിച്ചോണ്ടിരിക്കുക. അയർലൻഡിൽ പോകാനാ അവൾക്ക് ആഗ്രഹം. എൻ്റെ മോൾക്ക് കുറെ ആലോചനകളൊക്കെ വന്നു. പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മകനെയാണ്, ഒരു മരുമകനെയല്ല. സമ്പത്തോ തറവാടിത്തോ ഞങ്ങൾ നോക്കുന്നില്ല. നല്ല സ്വഭാവമുള്ള ദൈവാനുഗ്രഹമുള്ള മകനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അന്ന് ജോസഫേട്ടാ, നമുക്ക് കൊച്ചിനെ വിളിച്ചാലോ? വിളിക്കാം. മോൾ ആലീസേ. മോളെ ആദ്യം അവർക്ക് കൊടുക്ക്. അമ്മമ്മക്ക് വേണ്ട മോളെ, ഷുഗർ ഉള്ളതല്ലേ.
പിന്നെ ജോസഫേട്ടാ, ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ, പിള്ളേർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും കാണുന്നേ. അതെ 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 മക്കളെ, ചെല്ലു മക്കളെ. ആന്റൺ ചേട്ടൻ സെന്റ് ജോസഫിലല്ലേ പഠിച്ചേ? അതെ. എന്നെ ഓർമ്മയുണ്ടോ? അയ്യോ, ഇപ്പൊ 10-25 വർഷമായില്ലേ, ഞാൻ എങ്ങനെ ഓർക്കാനാ? ആന്റൺ ചേട്ടൻ എനിക്കൊരു സമ്മാനം തന്ന ഓർമ്മയുണ്ടോ? അയ്യോ, ഞാനോ? ഞാൻ അങ്ങനെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. അല്ല, ആന്റൺ ചേട്ടൻ എനിക്കൊരു സമ്മാനം തന്നിട്ടുണ്ട്. ചേട്ടൻ അന്ന് തന്ന സമ്മാനം ഇന്നും ഒരു നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്റെ കർത്താവേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് ക്രിസ്മസ് സമ്മാനം വാങ്ങിയ ആ കുഞ്ഞ് ആലീസാണോ ഇത്? ചേട്ടനറിയോ, അമ്മ മരിച്ചു ഒറ്റപ്പെട്ടു പോയ എനിക്ക് എൻ്റെ വേദനകളിലും ഒറ്റപ്പെടലുകളിലും എന്നും ഈ കണ്ണാടി ഒരു കൂട്ടാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ചേട്ടനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ആ ആന്റണി ചേട്ടനാണെന്ന്. ആലീസ്, ഞാൻ എന്നാ പിന്നെ കുടുംബക്കാരായിട്ട് ആലോചിച്ചിട്ട് ഒരാഴ്ച വിവരം അറിയിക്കാം. അല്ല അമ്മച്ചി? പിന്നെ അങ്ങനെ ആവട്ടെ. അല്ലേ ഞങ്ങൾ ഇറക്കട്ടെ? അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. അപ്പൊ ശരി 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 ശരി. ആന്റപ്പടാ വന്ന് വണ്ടി കയറാ. എന്റെ കർത്താവേ, ഈ ചെക്കൻ പെൺകൊച്ചിന് കണ്ടപ്പോ കിളി പോയെന്ന് തോന്നണേ. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. മേടമാസ ചൂടിലേ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോൾ, കുഞ്ഞു കാറ്റിൻ ലോലമാം കുസൃതി കൈകൾ നിന്റെ ഓമൽ പാവാട തുമ്പുലയ്ക്കുമ്പോൾ, ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലെ താഴമ്പൂവായി തുള്ളുമ്പോൾ, നീ എനിക്കല്ലേ നിൻ പാട്ടെനിക്കല്ലേ. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. എന്റെ പൊന്നാശാനെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങണോ? ദേ 2-3 വീടുകളിലെ പണി തീർത്തു കൊടുക്കാനുള്ളതാട്ടോ, പറഞ്ഞേക്കാം. ഹലോ ഹലോ ഹലോ, ആന്റണി ചേട്ടനല്ലേ? അതെ, ഇതാരാ സംസാരിക്കുന്നേ?
ആന്റണി ചേട്ടാ, ഇത് ഞാൻ ആലീസാ. ആലീസോ? ചേട്ടൻ്റെ നമ്പർ ബീന ചേച്ചി തന്നായിരുന്നു. ചേട്ടാ, അപ്പച്ചനും അമ്മാമ്മയ്ക്കും എനിക്കും ഈ കല്യാണത്തിന് സമ്മതം. ചേട്ടനെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമാണ്. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ സീതാ स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पवन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण